Today we have our youngest guest, Miss Shwetha Peruvadath. പല കുട്ടികളും +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ പലർക്കും ഡൗട്ടാണ്. പാരൻസിന്റെയോ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന്റെയോ ആരുടെയെങ്കിലും ഹെൽപ്പ് കൊണ്ട് കുട്ടികൾ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ ശ്വേതയെ വ്യത്യസ്തമാക്കുന്നത് ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടെ വിദേശത്ത് എന്തൊക്കെ പഠന സാധ്യതകൾ ഉണ്ട് എന്ന് സ്വയം റിസർച്ച് ചെയ്ത് പബ്ലിക് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പഠിച്ചു. പ്രത്യേകിച്ച് ഇറ്റലിയിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട്, ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ, അതും എങ്ങനെ ഒരു ലോൺ എടുക്കാതെ സ്വന്തം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി മുന്നോട്ട് പോകാം എന്നുള്ളതും ശ്വേതയെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു. കൂടുതൽ സോൾഫുൾ സ്റ്റോറീസ് ശ്വേതയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. വെൽക്കം ശ്വേത. How are you doing? I'm good. Thank you for all the introduction. Okay. ഇപ്പോ ഇറ്റലിയിൽ നിന്നാണല്ലോ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ 4.5 hours പിന്നിലാണ് അല്ലേ ടൈം ഇന്ത്യയെക്കാൾ? അതെ. Okay, what's the time now? It's almost 1:30. Okay, lunch time. Okay. +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു മനസ്സിൽ? എനിക്ക് ആക്ച്വലി പണ്ട് തൊട്ടേ മെഡിസിൻ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് എന്ന് തന്നെയായിരുന്നു വിചാരം. ഞാൻ നാട്ടില് പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പം ഫെൽറ്റ് മോർ ഹാർഡ് ടു ഗെറ്റ് ഇൻ. അപ്പം ഫർദർ ഓപ്ഷൻസ് നോക്കിയപ്പം ഐ വാസ് ലൈക്ക് ഇറ്റലി ഇസ് എ വെരി ഐഡിയൽ പ്ലേസ്. സ്കോളർഷിപ്പ് ഓഫേഴ്സും പിന്നെ വേ ഈസിയർ എക്സാമും ആണെന്ന് കണ്ടപ്പം അങ്ങനെ നോക്കിയെന്ന് വിചാരിച്ചു. പക്ഷെ സ്റ്റിൽ ജേർണി വാസ് നോട്ട് ഈസി. ലൈക്ക് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ കിട്ടുമൊന്നും ചെയ്തില്ല. ഫസ്റ്റ് എന്തോ ഡോക്യുമെന്റ് ഇഷ്യൂ കാരണം റിജക്ഷൻ വന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഇയർ വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട് വേറൊരു കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇറ്റലിക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ റിസർച്ച് നടത്തിയപ്പം ഫെൽറ്റ് ലൈക്ക് യൂറോപ്പ് സ്റ്റഡീസിന്റെ കമ്പയർ ചെയ്യുമ്പം നമ്മൾ ആക്ച്വലി തീരെ പൈസ ചെലവാക്കാണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഇറ്റലി എന്നുള്ളത് മനസ്സിലായി. അപ്പം ഐ തിങ്ക് ഇൻ ടോട്ടൽ ഐ സ്പെൻഡ് ലൈക്ക് വെരി ലെസ്സർ ദാൻ ഹൗ ഐ വുഡ് സ്പെൻഡ് ഇൻ ഇന്ത്യ ടു ഡു ഓൾ ദ പ്രോസസ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് കൂടുതൽ അറിയാം. അപ്പോ ഇറ്റലി ആയിരുന്നോ ഫസ്റ്റ് ഓപ്ഷൻ? ആക്ച്വലി യെസ്, ബിക്കോസ് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പം എനിക്ക് അറിയുന്ന കുറേ പേര് ഓൾറെഡി ഇറ്റലി ബേസ്ഡ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹോൾ റിസർച്ച് ഐഡിയ തന്നെ അങ്ങനെ പോയതുകൊണ്ട് ബാക്കി കൺട്രീസ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് നോട്ട് വെരി ഈസി, ലൈക്ക് മോർ എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയപ്പോൾ തന്നെ ഞാനത് വിട്ടു. ഓക്കെ. ഇങ്ങനെ ഇറ്റലിയെ കുറിച്ച് നോക്കിയപ്പോ അവിടെയുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് മുന്നിൽ തെളിഞ്ഞു വന്നത്? അങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് തിങ് ആക്ച്വലി എനിക്ക് ഒരു ഷെങ്കൻ കൺട്രിയിൽ പഠിക്കണം എന്നുള്ളത് ഭയങ്കര ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഐ നെവർ തോട്ട് ഒരു ഡിഗ്രി കോഴ്സിന് വേണ്ടി വരുമെന്ന്. പണ്ട് തൊട്ടേ ഞാൻ വിചാരിച്ചത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാനൊരു ഷെങ്കൻ കൺട്രിയിൽ പോവും, അങ്ങനെയായിരുന്നു ഡ്രീം. പക്ഷേ പെട്ടെന്ന് ഇത് എല്ലാം മാറി. പിന്നെ ഇറ്റലിയോ മുന്നിൽ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ദ ഐഡിയൽ വൺ ഫോർ മീ. കാരണം ഷെങ്കൻ കൺട്രി, ബിക്കോസ് ഞാൻ ഫോർ മീ ട്രാവലിംഗ് ഇസ് എ വെരി ബിഗ് ഡീൽ. ലൈക്ക് എല്ലാ കൺട്രീസും കാണണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഞാൻ. അതപ്പം ഷെങ്കൻ കൺട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹോൾ യൂറോപ്പ് ഇറ്റ്സ് ഈസിയർ ടു ട്രാവൽ. ആൻഡ് പിന്നെ സ്കോളർഷിപ്പ് ഓഫേഴ്സും കൂടെ ഉള്ളപ്പം ചിലവും അങ്ങനെ നോക്കാം. അപ്പം ഇറ്റ്സ് ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ്, ഒരു ഡോർവേ പോലെയായിരുന്നു. ഇപ്പം ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു ഓൾ ദി റെസ്റ്റ് ഓഫ് ദ തിങ്സ് ആസ് വെൽ എന്ന് തോന്നി. അങ്ങനെ. ഓക്കെ. അപ്പോ എന്ത് എക്സാം ആണ് ശ്വേത ചെയ്തത്? ഐ മീൻ സ്കോളർഷിപ്പ് എക്സാം ആയിട്ടാണോ അതോ വേറെന്തെങ്കിലും ക്രൈറ്റീരിയ ആയിരുന്നോ? സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാം ഒന്നും ചെയ്യേണ്ട. ഇറ്റ്സ് ജസ്റ്റ് ഡോക്യുമെന്റ് വർക്ക്സ് ആണ്. മോസ്റ്റ്ലി നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവർ വേറൊരു പേപ്പർ ആക്കിയിട്ട് നമുക്ക് തരും. അത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പൊതുവേ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ്, ലൈക്ക് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും സ്കോളർഷിപ്പ് എലിജിബിലിറ്റി കിട്ടാറുണ്ട് ഇറ്റലി ഇൻകം വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എക്സാം എന്ന് പറയുമ്പം ഇവിടെ യൂഷ്വലി ഈ ബാച്ചിലർ കോഴ്സസിന് വേണ്ടിയിട്ട് ടോൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സ് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ടോൾക്ക് ഇ, ടോൾക്ക് ഐ, അങ്ങനെ അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പം എൻ്റെ എക്സാം എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇനീഷ്യലി എടുത്ത കോഴ്സ് മോർ മാത്സ് റിലേറ്റഡ് ആയതുകൊണ്ട്
ഇറ്റ് വാസ് ടോൾക്ക് ഇ. അപ്പം അത് എഴുതി. ആൻഡ് എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ ലൈക്ക് ആ എക്സാം വാസ് ആക്ച്വലി പ്രിറ്റി ഹാർഡ്. ബട്ട് ഫസ്റ്റിന് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ശേഷമാണ് എനിക്ക് എൻറോൾമെന്റ് ഒക്കെ കിട്ടിയത്. ബട്ട് എല്ലാം ആ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയത്. അതുകൊണ്ട് ആ എക്സാം മാത്രം ക്ലിയർ ചെയ്താൽ മതി ഫോർ ബാച്ചിലേഴ്സ്. ഫോർ മാസ്റ്റേഴ്സ് ആക്ച്വലി ഇറ്റ്സ് ഡിഫറെന്റ്, ഐ തിങ്ക്. അപ്പൊ ടോൾക്ക് എക്സാം ഇവിടെ നിന്നാണോ അറ്റംപ്റ്റ് ചെയ്തത്? ഓൺലൈനിലാണോ അതെ അറ്റംപ്റ്റ് അതെ, ഇറ്റ്സ് ചെയ്തത്? ഓൺലൈൻ എക്സാം. നമ്മൾ ഒരു €30 കൊടുത്തിട്ട് ഓൺലൈൻ വിത്ത് ക്യാമറ ആൻഡ് എവറിഥിങ് അവര് ചെയ്യും. ഓൺലൈൻ എക്സാം എത്ര അവർ അതെ. എക്സാം ആയിരിക്കും? ഐ തിങ്ക് ഫോർ മീ ഇറ്റ് വാസ് 1.5 hours. ഓക്കെ, 1.5 hours ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഓക്കെ. ആസ് എ സെഡ് ലൈക്ക് ഡിപ്പെൻസ് ഓൺ ദ കോഴ്സ്. ഇപ്പം സയൻസ് റിലേറ്റഡ് എടുക്കുമ്പം ചിലർക്ക് ബയോളജി, കെമിസ്ട്രി അങ്ങനെ ആയിരിക്കും. മാത്സ്, ഫിസിക്സ്, ലോജിക്കൽ ഇതൊക്കെയാണ് പൊതുവെ വരിക. പിന്നെ അവരുടെ വേ ഓഫ് റൈറ്റിംഗ് എക്സാം ഇസ് ഡിഫറെൻറ്റ് ബിക്കോസ് വി ഹാവ് ടു കീപ്പ് എ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മുടെ ബാക്കിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ലാപ്ടോപ്പിലാണ് എക്സാം എഴുതുക. ആൻഡ് ലാപ്ടോപ്പിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം സോ ദാറ്റ് വി കനോട്ട് യൂസ് എനിത്തിങ് എൽസ്. അപ്പം ദിൽ ബി വാച്ചിങ് യു ലൈക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് എല്ലാം. ആൻഡ് അത്ര ഹോൾ സ്ട്രിക്റ്റ് ചെക്ക് ആണ്. ഉണ്ടാവും. സ്ട്രിക്റ്റ് അത്യാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ടേബിളിന്റെ അടിയും ഹോൾ റൂം കാണിക്കണം. എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർ എക്സാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ. ആ എക്സാം എലിജിബിലിറ്റി എന്താണ്? +2 ബേസ് ആണോ? അതെ അതെ അതെ, +2 മതി. പിന്നെ എക്സാം പാസ് മാർക്ക് ലൈക്ക് 13, അറ്റ്ലീസ്റ്റ് 13 മാർക്സ് വേണം പാസ്സാവാൻ, ഔട്ട് ഓഫ് 30. ആൻഡ് എനിക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് ലൈക്ക് 23 ഓർ സംതിങ്. പക്ഷേ ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കോഴ്സ് ബിക്കോസ് ചില കോഴ്സിന് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സീറ്റ്സ് ആണ്. ലൈക്ക് ഞാൻ അപ്ലൈ ചെയ്ത കോഴ്സ് ഇറ്റ് വാസ് ഓൺലി 150 സീറ്റ്സ്. അതപ്പം വി ഹാവ് ടു ബി ഇൻ ദ റാങ്ക് ലിസ്റ്റ്. ബട്ട് ഫോർ സം അതർ കോഴ്സസ് ലൈക്ക് റാങ്ക് ലിസ്റ്റ് പ്രശ്നം വരുന്നില്ല. ഇഫ് യു ജസ്റ്റ് അബൌവ് 13 മാർക്സ് അവർ ഓക്കെ യു ആർ എലിജിബിൾ ഫോർ ദ കോഴ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ എക്സാം ടോൾക്ക് എക്സാം ക്ലിയർ ചെയ്തു. അതെ അതെ. നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് ഈ ടോൾക്ക് എക്സാം കഴിഞ്ഞ് ലൈക്ക് ഇനീഷ്യലി ലൈക്ക് അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ടോൾക്ക് എക്സാം ഉണ്ടെന്ന്. എനിക്ക് ആക്ച്വലി ഐ വാസ് ഡിലേഡ് അതിനെക്കുറിച്ച് അറിയാൻ. അല്ലെങ്കിൽ എൻ്റെ വിസ പ്രോസസ്സൊക്കെ ഞാൻ മുന്നേ ചെയ്യായിരുന്നു. അപ്പോൾ ടോൾക്ക് എക്സാം കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ റാങ്ക് ലിസ്റ്റ്. ഫോർ മീ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അവരിങ്ങനെ മന്ത്ലി ഒരു ലിസ്റ്റ് പോലെ ഇറക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലിസ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാനൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ വിസ ഇൻ്റർവ്യൂ വന്നത്. സോ ഐ വാസ് സ്കെയർഡ് ലൈക്ക് ഇഫ് ദേ ഡു എ ചെക്ക് പ്രോപ്പർലി ദേ വിൽ ബി ലൈക്ക് ഈ കുട്ടി ഇപ്പോഴും എൻറോൾ ആയിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ കൂടെ അവിടെ വിസയ്ക്ക് വേണ്ടിയിട്ട് വന്ന ആൾക്കാർ ദേ വർ ലൈക്ക് ഇറ്റ്സ് ഫൈൻ. ഞാൻ അവരോട് ചോദിച്ചു, ഓഫീസിൽ ചോദിച്ചു ലൈക്ക് ഇസ് ഇറ്റ് ഫൈൻ, ആൻഡ് ദേ വർ ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ആൻഡ് വിസ ഇൻ്റർവ്യൂ ആയിരുന്നു നെക്സ്റ്റ് മെയിൻ ഇഷ്യൂ. വി ഹാഡ് ടു ഡു ലൈക്ക് ഫോർമൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് പോകണമായിരുന്നു. ഐ തോട്ട് ഇറ്റ്സ് എ ഡയറക്റ്റ് ഇൻ്റർവ്യൂ, പക്ഷേ ഇറ്റ്സ് എ ഓൺലൈൻ ഇൻ്റർവ്യൂ. ആൻഡ് ലാപ്ടോപ്പ് സ്ക്രീനിൽ നമ്മൾ നോക്കിയിട്ട് സംസാരിക്കുന്ന ചെയ്യുക. പക്ഷേ സ്ക്രീൻ വിൽ ബി ബ്ലാക്ക്. Yeah, you cannot see the person who's talking to you, but they can see you. And questions were mostly based on എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് എങ്ങനെയായിരുന്നു, ഞാൻ എന്താ പഠിച്ചത്, എൻ്റെ പേരൻസ് എന്താ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ they even asked me about like fact checks about Italy. എനിക്ക് എന്തൊക്കെ അറിയാം, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ആസ് ഓൾവേസ് ഫോർ എവറി വിസ ഇന്റർവ്യൂ യു ഹാവ് ടു സേ ലൈക്ക് ഞാൻ എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരും, അവിടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ആക്ച്വലി വൺ ഓഫ് മൈ ഫ്രണ്ട് ഗോട്ട് എ വിസ റിജക്ഷൻ ബിക്കോസ് ഹി ഡിഡ്ന്റ് സേ ദാറ്റ് നാട്ടിലേക്ക് തിരിച്ചു വരും എന്നുള്ളത്. ആൻഡ് വിസ ഇന്റർവ്യൂ കഴിഞ്ഞപ്പം അറിയണ്ടായിരുന്നില്ല ലൈക്ക് നന്നായിട്ടാണോ പോയത് അല്ലേ എന്നുള്ളത്. എന്നിട്ട് തിരിച്ചു വന്ന് പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പം അവർ വിളിച്ചു പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. ലൈക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി സ്റ്റാമ്പ് ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഓൾ ഗുഡ്. എവിടെയായിരുന്നു വിസ ഇന്റർവ്യൂ? ബാംഗ്ലൂർ. എനിക്ക് ഈസിയസ്റ്റ് ആയിട്ട് ഡേറ്റ് കിട്ടിയത് ബാംഗ്ലൂർ ആയതുകൊണ്ട്. ഓക്കെ. കൊച്ചിയിലും ഉണ്ട്, പക്ഷെ ഡിലേ ആയിരുന്നു ഡേറ്റ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ ടോഫൽ എഴുതിയിരുന്നല്ലോ. ടോഫിൽ ഞാൻ ഐഎൽസ് ആയിരുന്നു എഴുതിയത്. എൻ്റെ അടുത്ത് ഐഎൽസ് ഉണ്ടായിരുന്നു. അയൽസ് നിർബന്ധമാണോ? ആക്ച്വലി ചില യൂണിവേഴ്സിറ്റീസിൽ ഇപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ വേണ്ടായിരുന്നു, ആവശ്യം ഇല്ല. ബട്ട് വിസ റിജക്ഷൻ ചാൻസസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് കയ്യിലുണ്ടാവുന്നത് ഇസ് ഗുഡ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഇപ്പം ഈവൻ ഡുവോലിംഗോ പോലത്തെ ആപ്സ് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും എടുത്താലും മതി ആക്ച്വലി. ഡോണ്ട് ഹാവ് ടു ബി ഐഎൽസ് നിർബന്ധമില്ല, പക്ഷെ ലൈക്ക് ടു ഷോ ദം യു നോ യു ആർ വെൽ പ്രിപ്പയർഡ് എന്നുള്ള രീതിയിൽ.
അങ്ങനെ കാണിച്ചത്. ഇനി ഇറ്റലി അല്ലെങ്കിലും യൂറോപ്യൻ നേഷൻസിൽ എല്ലായിടത്തും ഇംഗ്ലീഷ് അത്ര എന്താ പറയാ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലല്ലോ. അതെ അതെ, അത് കുറച്ച് പ്രശ്നമാണ്. ഇവിടെ വരുമ്പം അത്യാവശ്യം ബേസിക് ആയിട്ട് ഇറ്റാലിയൻ, അല്ലെങ്കിൽ ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ ഇറ്റ്സ് മോർ ഹാർഡർ ഐ തിങ്ക്, ബിക്കോസ് ജർമ്മൻ ഈസ് വേ ഹാർഡർ. എനിക്ക് ഇവിടെ വരുമ്പം മൈ ഇറ്റാലിയൻ വാസ് ലൈക്ക് വെരി ബേസിക്, ലൈക്ക് ഹലോ ഹായ് മാത്രം ആ ഒരു ലെവൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് പിന്നെ ഐ ഹാഡ് ടു ടോക്ക്, ലൈക്ക് ഇവിടെ എന്തെങ്കിലും സ്റ്റോർസിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ അന്നപ്പം അങ്ങനെ കേട്ട് കേട്ട് ഒരു പോയിന്റ് ഇതിപ്പം ബെറ്റർ ആയി. ഐ ഓൾസോ സ്റ്റാർട്ടഡ് അറ്റൻഡിങ് ഇറ്റാലിയൻ ക്ലാസ്സസ്. ആക്ച്വലി യൂണിവേഴ്സിറ്റി വൈസ് ആവശ്യമില്ല, ലൈക്ക് നമുക്ക് ഒരു കാര്യത്തിനും ആവശ്യമില്ല. ഇറ്റ്സ് മോർ ലൈക്ക് നമ്മളിവിടെ ജീവിക്കുമ്പം അവിടെ അങ്ങനത്തെ ആവശ്യങ്ങൾ മാത്രം. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സും അതേപോലെ എംബസി എന്നുള്ള പേപ്പേഴ്സും കൂടാതെ വേറെ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്, ഡോക്യുമെന്റേഷൻ ആണ് വേണ്ടത്? നമുക്ക് ഇപ്പം 12th കഴിഞ്ഞിട്ടുള്ള എല്ലാ ലൈക്ക് 12th 10th ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ അപ്പോസ്റ്റൈലും HRD ട്രാൻസ്ലേറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് ഏറ്റവും ഇനീഷ്യൽ സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ 12th അല്ലെങ്കിൽ ഇപ്പം മാസ്റ്റേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബാച്ചിലേഴ്സ്, അതായത് ലാസ്റ്റ് ഏതാണോ ഉള്ള സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ ഇറ്റാലിയൻ ഇക്വലന്റ് ആയിട്ട് ഡിക്ലറേഷൻ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, DOV പറയും. അത് നമ്മൾ എംബസിക്ക് അയച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇറ്റ്സ് കമ്പൽസറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ 12th സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അതിൽ ലൈക്ക് നോ, അവർക്ക് DOV തന്നെ വേണം. ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ അവിടെ എത്തിയതിനു ശേഷമാണോ സ്കോളർഷിപ്പ് ആണോ, അതോ അവിടെ മിനിമൽ ഫീ ആണോ? എങ്ങനെയാണ് അവിടെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അബ്രോഡ് പോയിട്ട് നമ്മൾക്ക് ഈ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഐ മീൻ ഇറ്റലി ബേസ്ഡ് ആയിട്ട് മാത്രം പറയുകയാണെങ്കിൽ സ്കോളർഷിപ്പും ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് കൺട്രി ടു ലിവ് ദാൻ അതർ കൺട്രീസ്. ഇപ്പം ജർമ്മനി പോലത്തെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ റെന്റ് തന്നെ ഒരു 400 യൂറോസ്, വിച്ച് ഇസ് ഇക്വലന്റ് ടു 40,000 റുപ്പീസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പം റെന്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് ഹാഫ് ഓഫ് ദാറ്റ്. അപ്പം ലിവിങ് എക്സ്പെൻസസ് കമ്പാരിറ്റീവ്ലി ചീപ്പർ, ബട്ട് ഓൾസോ ഡിപ്പെൻസ് ഓൺ ദ സിറ്റി. ലൈക്ക് ഇപ്പം മിലാൻ ക്യാപിറ്റൽ സിറ്റി ആണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി വേ മോർ എക്സ്പെൻസീവ്. ബട്ട് സ്കോളർഷിപ്പ് ആണെങ്കിൽ ഇപ്പം യു ഹാവ് ടു ലൈക്ക് ഫസ്റ്റ് ഇയറിലെ സ്കോളർഷിപ്പ് ഇസ് 10/10 എന്തായാലും കിട്ടും എന്നുള്ള ഒരു കാര്യമാണ്. ബട്ട് എനിക്ക് കിട്ടാണ്ടിരുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിസ കിട്ടി വരുമ്പോഴേക്ക് ഇവിടെ എത്താൻ ജാനുവരി ആയി. ബട്ട് യു ഹാവ് ടു ബി ഹിയർ ഇൻ ഡിസംബർ ടു കീപ് ദ പേപ്പർ, ലൈക്ക് ഒരു ഡെഡ് ലൈൻ പോലത്തെ ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞിട്ട് അവർ ലേറ്റ് ആയിട്ടാണ് പൈസ ഒക്കെ തരിക. അപ്പം ബൈ ദ ടൈം ഐ വോണ്ടഡ് ടു സ്വിച്ച് മൈ കോഴ്സ്, സോ ഐ ജസ്റ്റ് ഡിഡ്ന്റ് ആസ്ക് ഫോർ ദ സ്കോളർഷിപ്പ്. ബട്ട് യൂഷ്വലി ഫസ്റ്റ് ഇയേഴ്സിന് എല്ലാവർക്കും 100% സ്കോളർഷിപ്പ് കിട്ടും. സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ യുവർ മെറിറ്റ്, ലൈക്ക് എക്സാം പാസ് ആവുന്നതിന്റെ ബേസിസിലാണ് സ്കോളർഷിപ്പ് കിട്ടുക. ആൻഡ് ഇഫ് യു ഗെറ്റ് ലൈക്ക് യൂഷ്വലി ഇറ്റ്സ് ലൈക്ക് 4 to 7 lakhs പെർ ഇയർ, ആൻഡ് അത് മതി പൊതുവെ ഇറ്റലിയിൽ ജീവിക്കാൻ. ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഓൾസോ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിന്റെ, ആൻഡ് ദാറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ റാങ്ക് ലിസ്റ്റ്. സോ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇറ്റ്സ് ഫ്രീ. ഓക്കെ, അപ്പോ കോഴ്സ് ഫീ ആൻഡ് അക്കോമഡേഷൻ ബോത്ത് ഇതിൽ പെടും? കോഴ്സിന് ഫീ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഇല്ല, ബിക്കോസ് വി കീപ് ദിസ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് സെയിങ് ദാറ്റ് we're ഫ്രം ഇന്ത്യ, ആൻഡ് ലൈക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് ബേസിസിൽ ഇറ്റ്സ് ടെക്നിക്കലി ക്ലോസ് ടു സീറോ, ബട്ട് വി ഹാവ് ടു പേ ലൈക്ക് ഒരു 15,000 ഇന്ത്യൻ റുപ്പീസ് ആസ് എ ടാക്സ്. അത് എൻറോൾമെന്റ് ഫീ പോലെ അടയ്ക്കണം, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. That is one time, right? Yeah, one time per year, yes. ഓക്കെ, അപ്പോ എല്ലാം നോക്കിയാൽ തന്നെയും ചീപ്പറാണ്. അതെ, ഐ മീൻ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഫീസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഇറ്റ്സ് അഫോർഡബിൾ. It's affordable. I mean, also depends on how you live. Because for me, എനിക്ക് എൻ്റെ രീതിയിലുള്ള ഒരു വീട് നോക്കിയിട്ട് അങ്ങനെ ഇപ്പം if you want like something more luxurious or something, obviously it will be more expensive. And again, depending on the city, ഓരോ സിറ്റി അനുസരിച്ചിട്ട് it changes പൈസൻ്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് വർക്ക് പെർമിറ്റ് ഉണ്ടാവുമോ എല്ലാ കുട്ടികൾക്കും? ഇല്ല, വർക്ക് പെർമിറ്റിന് നമ്മൾ വേറെ തന്നെ അപ്ലൈ ചെയ്യണം. ലൈക്ക് ഇറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വിസ. നമ്മളിവിടെ വരുമ്പം സ്റ്റുഡന്റ് വിസ ആയിട്ടല്ലേ വരുന്നത്. ആൻഡ് ഫോർ അസ് ഇറ്റ് ഈസ് ഓക്കെ ടു വർക്ക് എവറി വീക്ക് 20 hour സംതിങ്, അങ്ങനെ എന്തോ ആണ് കറക്റ്റ് കണക്ക്, എനിക്ക് അറിയില്ല. പക്ഷെ ആക്ച്വലി ഇറ്റ് ഡസന്റ് മാറ്റർ. ലൈക്ക് എനിക്ക് അറിയുന്ന ആൾക്കാർ ദേ വർക്ക് ഓൺ എ ഡെയിലി ബേസിസ്, ലൈക്ക് ഫുൾ ഡേ വർക്ക് ചെയ്തിട്ട് മോർണിംഗ് 9 to 6 ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സെയിങ് ഇറ്റ്സ് എ പാർട്ട് ടൈം ജോബ്, ബട്ട് ദാറ്റ് ഈസ് എ ഫുൾ ടൈം ജോബ്.
a lot of students from back home അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് വരും in a student visa, so they can complete the degree in the background. Yeah, അങ്ങനെ so part time jobs കിട്ടാൻ actually it's easy, but you have to know Italian. ഓ ഓക്കെ, അത് Yeah, കമ്പൽസറി ആണ് അല്ലേ? ലാംഗ്വേജ് ആണ് അവിടുത്തെ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ ശ്വേത പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി പ്രോപ്പർ ജോബിന് ഇതുവരെ പോയിട്ടില്ല. വെൻ ഫോർ ലൈക്ക് ബേബി സിറ്റിംഗ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളൂ. അത് പെയ്ഡ് ആണോ? പിന്നെ എങ്ങനെ ഇനഫ് പെയ്ഡ് ആണോ? ഫോർ 1 hour I got like 8 euros. That is 800 rupees per hour just for babysitting. For me, ഞാൻ actually first time പോയപ്പം I felt bad for getting the money. I was like, I didn't do anything. Like, it was with a baby. And I was like, എനിക്ക് ഉള്ളിൽ I was like, പൈസ വേണ്ടാന്ന് പറയണമെന്നുണ്ടായിരുന്നു. But then I was like, oh, this is work. I'm actually working. ഓക്കെ. അപ്പം it's like, it's a really easy way to make money for students here. Like, ഇവിടെ കുറെ ആൾക്കാർ അങ്ങനെ നെറ്റ്വർക്ക് ചെയ്യും. പിന്നെ ഒരു പ്രാവശ്യം ഒരു ഫാമിലി ആയിട്ട് ഓക്കെ ആയാലും എല്ലാ പ്രാവശ്യം അവരെ വിളിക്കും. സോ ഇറ്റ്സ് ഗുഡ്. ഓക്കെ. Yeah. But mostly ഇവിടെ ആൾക്കാർ റെസ്റ്റോറൻറ്റ് ജോബ്സിനാണ് പോകാറ്. റെസ്റ്റോറൻറ്റ് വെയിട്രസിങ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. That's also paid, properly paid job, right? It actually depends on the restaurant itself. Like usually we say like ഇപ്പം ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ലൈക്ക് ഇന്ത്യൻ, ബംഗ്ലാദേശ് അങ്ങനെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. They pay way less. It will be like ഒരു per month it will be 800 euros അത്രേ ഉള്ളൂ. But if it's an Italian one, you'll get like 1,000, 1,500. Oh. But also the work will be harder and അങ്ങനെയുണ്ട്. But usually yeah, ആ ഒരു റേഞ്ചിൽ you'll get enough money. Okay, what other things students have to know, for this study? In my opinion, I was one of the least prepared person to come abroad because it was not in my plan at all. But ഒരു point എത്തിക്കഴിഞ്ഞപ്പം how to say, like I accepted the fact that okay, I'm moving, completely moving to a different country. But initially ഭയങ്കര like you'll be tense, like you don't know what to do. അപ്പം ഞാൻ maximum എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ first thing, get all the document things in order. Like കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇറ്റലി ലൈക്ക് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ഡോക്യുമെന്റ്സ്. ഈ ID കാർഡ് ശരിയാക്കുന്നതും ബാങ്ക് അക്കൗണ്ട് എവറിത്തിങ്, ഇറ്റ്സ് എ ഹോൾ, ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 1 week. നമ്മളിങ്ങനെ ബാക്കിൽ നടക്കണം. ആൻഡ് ദർ ടൈമിംഗ് ഇസ് ഓൾസോ വെരി ഡിഫറെൻറ്റ് ഫ്രം ബാക്ക് ഹോം. ലൈക്ക് ദേ ഓൺലി ഡു ലൈക്ക് മോർണിംഗ് കുറച്ച് നേരം ആൻഡ് ഈവനിങ് കുറച്ച് നേരം. ആ പെർട്ടിക്കുലർ സമയത്ത് തന്നെ പോയിട്ട് നമ്മൾ എല്ലാം ചെയ്യണം. ആൻഡ് know the language. I know it's not necessary, but knowing the language is way easier. എല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മളിപ്പം ന്യൂ ആയിട്ട് ആരെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മീറ്റ് ആക്കുകയാണെങ്കിൽ തന്നെ ഇഫ് ദേ നോ ദാറ്റ് യു നോ ഇറ്റാലിയൻ, ദേ വിൽ ബി ലൈക്ക്, ഓ ദാറ്റ്സ് ഗ്രേറ്റ്, ലൈക്ക് ഒരു മോർ ഹെൽപ്ഫുൾ ഇതാണ്. പിന്നെ ട്രൈ ടു ഇന്ററാക്ട് ആൻഡ് സോഷ്യലൈസ്. ലൈക്ക് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആരെ കണ്ടാലും ഫസ്റ്റ് വിൽ ജസ്റ്റ് ഗോ സേ ഹായ്, even though it's a complete stranger, and യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച്, and we just start talking and just getting to know each other. ഇവിടുന്ന് എന്താന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു പോയിന്റ് എത്തുമ്പം I think one of the best friend that I met here, I just met her on a random day in the university. We started talking and now we are like best friends. Oh, great. So And you she's have to from? socialize. She's from? Sorry? She's from Palestine. Okay. Mm. So എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് ഫ്രം ഹിയർ, യൂണിവേഴ്സിറ്റി ഹിയർ ആൻഡ് ഓവർ there? What difference you felt? I think university wise, like correct ആണോന്ന് എനിക്കറിയില്ല, but from what I felt, I think Indian universities in the system is way better, like for a productive person, like to be very highly achievable, like ആ ഒരു രീതിയിലെത്താൻ. പക്ഷേ here as a European life itself, like എല്ലാം ഭയങ്കര calm, slow paced, everything is like on your timing. Like ഇവിടെ ആരും ഒന്നും ഫോഴ്സ് ചെയ്യില്ല. ഈവൻ ദ പ്രൊഫസേഴ്സ് ആർ വെരി ചിൽ. ലൈക്ക് അവർ നമ്മൾ ഓക്കെ അല്ല പ്രൊഫസർ, എനിക്ക് ക്ലാസ് നാളത്തേക്ക് മാറ്റി വെക്കുമെന്ന് ചോദിച്ചാൽ ഇതിൽ ബി ഓക്കെ. ഇഫ് യു ആർ നോട്ട് ഓക്കെ, ദെൻ വി ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. ലൈക്ക് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓൺ അസ്. ദേ ആർ മോർ ഹെൽപ്പിംഗ് അസ് ആൻഡ് ഇറ്റ്സ് മോർ ഹൗ ഡു സേ സ്ട്രെസ് ഫ്രീ. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു സ്ട്രെസ് അബൌട്ട് എനിത്തിങ്. ലൈക്ക് ഇപ്പം എക്സാംസ് ആയാലും നമ്മൾ അയ്യോ എക്സാം ഉണ്ടെന്ന് ആലോചിച്ച് പേടിച്ച് ഫുൾ നാട്ടിലുള്ള പോലെ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ നോട്ട് ഓക്കെ, ഇഫ് യു ആർ നോട്ട് റെഡി, യു ക്യാൻ ഗിവ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് കോൾ. ലൈക്ക് ദർ ഇസ് നോ അർജന്റ്, ലൈക്ക് ഒരു തിരക്കും ഒന്നുമില്ല. പിന്നെ യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒന്നാമത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം
very different countries, everything is different, like culture ayalum, even the way we talk is also very different. At one point it all starts making sense and it's pretty nice. Like sometimes I think about it, like നാട്ടിലാണെങ്കിൽ എനിക്ക് എൻ്റെ ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടാവുമായിരുന്നു, മലയാളം സംസാരിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ആലോചിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ വരുമ്പം ഇറ്റ്സ് മോർ ലൈക്ക് എ കൾച്ചറലി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. സോ യു ഗെറ്റ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. ലൈക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ സൈഡ് ഓഫ് ദ വേൾഡ് എന്നുള്ളത് അറിയുമ്പോൾ യു വിൽ ബി ലൈക്ക് ഓ ഷിറ്റ്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ലൈക്ക് ഇറ്റ്സ് എ ഹൗ ടു സേ മോർ എൻലൈറ്റനിങ് എക്സ്പീരിയൻസ് ഫോർ മീ. ഓക്കെ, ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തതിനിടയിൽ എനി ഹാർഡ്ഷിപ്സ് യു വെന്റ് ത്രൂ? സോറി, എനി ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ? For me, initially ഞാനിവിടെ വന്നപ്പം I wanted to switch to medicine. So getting after the exam, I was 100% sure I will get in because my score was too good than last year, like cut off and everything. So I just told everyone, okay, 100% I'm getting in. But unfortunately, it was a very, very bad luck for me. So just like point mark in exam side. So അവിടെ എൻ്റെ whole life ഒന്ന് stuck ആയി because my whole point of coming to Italy was to give this exam and switch my course to medicine. അന്നപ്പം ആ ഒരു പോയിന്റിൽ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു, കാരണം ഇനിയും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും എക്സാം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന കോഴ്സ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മെസ്സപ്പ് ചെയ്തു. പക്ഷെ ആ സമയത്ത് ഫോർ മീ ആക്ച്വലി ഇറ്റ് വാസ് ഓൾ മൈ ഫ്രണ്ട്സ് ഹു ആർ ഹിയർ. They helped me a lot. They were like, it's okay, like you're still young. ഇവിടെ യൂഷ്വലി മെഡിസിന് കയറുന്ന ആൾക്കാർ they are like 25 പ്ലസ് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ്. ബട്ട് ഫോർ മീ ഐ വാസ് ഓൺലി 21. They were like, it's nothing, like there is nothing for you to worry about, like at least you have one more year, like you can take the time. ഇറ്റ് വെന്റ് ഓൺ. പിന്നെ എനിക്ക് എപ്പോഴും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ആ മെഡിസിൻ ഒന്ന് കിട്ടിയിട്ട് പോകണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മൈൻഡിൽ. പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പം നോ വൺ ഈവൻ ലൈക്ക് ബോതേർഡ് മീ ഇൻ എ വേ, ലൈക്ക് എന്തായെന്നൊന്നും ചോദിച്ചില്ല. ബിക്കോസ് ആഫ്റ്റർ മീ മൂവിങ് ടു ഇറ്റലി വാസ് ലൈക്ക് ഓക്കെ, ഇറ്റലിയിലാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആരും ചോദിച്ചില്ല. എനിക്കിപ്പം നാട്ടിലായിരുന്നെങ്കിൽ എല്ലാവരും വന്നിട്ട് എന്താ പഠിക്കുന്നത് ചോദിച്ചായിരുന്നു. ഇപ്പൊ എന്റെ ഐഡന്റിറ്റി ഇസ് ലൈക്ക് ഇറ്റലിയിൽ പഠിക്കുന്ന കുട്ടി. അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് എ വെരി സ്ട്രെസ് ഫ്രീ ലൈഫ്. That's it. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം ഇവിടെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയിട്ടുള്ളൂ. Okay, one last question. Okay. What do you have to say to the upcoming generation? For me, I never saw myself as a very motivational person because I just did everything because I had to do it mostly. But after one point, എനിക്ക് മനസ്സിലായത്, if you want something, like if you really think it's hard for you to do it, just don't give up. Like എന്തായാലും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ you will get there. Might take time, for me it took a lot of time, but eventually you'll get there and you will see like it was all worth it. So I would just say, like, don't give up. Even if you're like, for me what happened was I felt like it's been taking a long time, so I should be done by now. But the other side of my brain was like, no, like you're not there yet. So until you're not there yet, you should never give up. Yeah. Great. Truly inspiring. ശ്വേതയുടെ സോൾഫുൾ സ്റ്റോറി ഹയർ സ്റ്റഡീസ് അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. Your journey, your courage, and the clarity with which you make decisions have truly inspired me. Thank you for sharing your experiences with such honesty and maturity. Actually, I'm seeing a lot of changes in you. Okay, wishing you a greater heights and brighter journeys ahead. Thank you so much, ma'am. Thank you so much for having me.